സ്ത്രീലിംഗവും പുല്ലിംഗവും രണ്ടും കൂടെ എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീ പുരുഷൻ ഇത് രണ്ടും കൂടെ സംയോജിച്ചാണ് അടുത്തൊരു തലമുറ ഉണ്ടാകുന്നതല്ല. അപ്പോൾ അതിനെ സങ്കല്പിച്ച് കണ്ടുപിടിച്ച ഒരു ലോഗോ അല്ല ഒരു ഐക്കൺ ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ പറഞ്ഞത് സ്ത്രീയും പുരുഷനും ചേർന്നിട്ടുള്ള ഒരു സങ്കല്പത്തെ ആരാധിക്കുന്നു, അതിലെന്താ കുഴപ്പം? പക്ഷേ ഈ വിശ്വാസികളായിട്ടുള്ളവർ എന്ത് മനസ്സിലാക്കിയിട്ടാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്, ഇത് കണ്ട് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ലിംഗം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പുരുഷൻ്റെ ജനനേന്ദ്രിയാണെന്ന് വിചാരിച്ച് പുരുഷൻ്റെ ജനനേന്ദ്രിയം മാത്രമാണെന്ന് വിചാരിച്ചിട്ട് കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ. അത് ലിംഗം എന്ന് കേൾക്കുമ്പോൾ അയ്യേ മറ്റേതാണ് അയ്യേ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ജനനേന്ദ്രിയമാണെന്ന് വിചാരിക്കുന്ന ഒരാളുടെ കയ്യിലോട്ട് ഈ ഫോം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് എഴുതുമായിരിക്കും? പുരുഷനാണെങ്കിൽ അവനുണ്ടെന്നും സ്ത്രീ ആണെങ്കിൽ ഇല്ലെന്നും എഴുതി വെക്കുമോ? അതായത് ഇവർ ഉദ്ദേശിക്കുന്ന സംഭവം അതാണെങ്കിൽ അങ്ങനെയല്ലേ എഴുതി വെക്കാൻ പറ്റുള്ളൂ. ശിവലിംഗം, ഈ ശിവലിംഗത്തെക്കുറിച്ച് എന്തെങ്കിലും പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോയോ കാര്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ അങ്ങ് കളിയാക്കലാണ്. കാരണം ഇവർ പറയുന്നത് അയ്യേ ശിവൻ്റെ ലിംഗത്തെ ആരാധിക്കുന്നേ എന്നൊക്കെയാണ് പറയുന്നത്. അവരങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രൂപമാണ് അല്ലേ. ഇതിൻ്റെ രൂപം കാണുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് അതായത് പുരുഷൻ്റെ ജനനേന്ദ്രിയം പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ശിവൻ്റെ ലിംഗം ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ പൊതുവേ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെറ്റെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലിംഗമാകാം, പുരുഷലിംഗമാകാം, ഉഭയലിംഗമാകാം, അങ്ങനെ പല ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ലിംഗം എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ അർത്ഥം മാത്രമല്ല. അപ്പം ഞാൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതൊരെണ്ണം പർച്ചേസ് ചെയ്തു. കാരണം ഫോട്ടോ വഴിയാണ് കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ട് ഞാൻ ഇന്നൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇതിൽ കുത്തിയിരുന്ന് ഞാൻ കുറേ എണ്ണം ആലോചിച്ച് ഇതേ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. കാരണം ഇത് പുല്ലിംഗവും സ്ത്രീലിംഗവും കൂടെ കൂടിയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ ഇതുണ്ടോ ഫോക്കസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? എന്തായാലും പുരുഷൻ്റെ ജനനേന്ദ്രിയം എന്നാണല്ലോ പറയുന്നത്. അപ്പം പുരുഷൻ്റെ ജനനേന്ദ്രിയം മാത്രമല്ല സ്ത്രീയുടെ ജനനേന്ദ്രിയം കൂടെ കൂടിയിട്ടുള്ള ഒരു രൂപമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ? ഇനി ഒരു മുൻകൂർ ജാമ്യം ഞാൻ ആദ്യം തന്നെ എടുക്കുകയാണ്. അതായത് ഈ ആചാര്യന്മാരോ അല്ലെങ്കിൽ വലിയ വലിയ സന്യാസി വര്യന്മാരോ സംസാരിക്കുന്ന പോലെയൊന്നും എനിക്കറിയത്തില്ല. ഒരു കോമൺ മാൻ സംസാരിക്കുന്ന പോലെ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ഈ ശിവലിംഗം കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ കൂടി ചേർന്നിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞല്ലോ. അതായത് സ്ത്രീലിംഗവും പുല്ലിംഗവും രണ്ടും കൂടെ എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ആ ഫോട്ടോ. ഇത് ഹിന്ദുക്കൾക്കിടയിൽ അർദ്ധനാരീശ്വരി സങ്കല്പം എന്നാണ് പറയപ്പെടുന്നത്. അതായത് സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നിട്ടുള്ള ഒരു രൂപം. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ തന്നെ പുരുഷനും സ്ത്രീയും ഈ രണ്ടും കൂടെ കൂടി ചേർന്നിട്ടുള്ള ആണല്ലോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, കാരണം സ്ത്രീയും പുരുഷനും ഇണചേരാതെ തന്നെ മറ്റൊരു ജീവി ഉണ്ടാകുന്ന ജീവജാലങ്ങളും ഉണ്ട്. അത് സയൻസ് പരമായിട്ടൊക്കെ ഒരുപാട് ആഴത്തിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ സാധിക്കും. അത് വിട്ടേക്ക്, അത് നമ്മൾ പാർത്തനോജെൻസിസ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് വിട്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ സ്ത്രീ പുരുഷൻ ഇത് രണ്ടും കൂടെ സംയോജിച്ചാണ് അടുത്തൊരു തലമുറ ഉണ്ടാകുന്നതല്ല. അപ്പോൾ അതിനെ സങ്കല്പിച്ച് കണ്ടുപിടിച്ച ഒരു ലോഗോ അല്ല ഒരു ഐക്കൺ ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങനെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം എന്നാന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ ജനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ വളരെ സിംബോളിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞത് സ്ത്രീയും പുരുഷനും ചേർന്നിട്ടുള്ള ഒരു സങ്കല്പത്തെ ആരാധിക്കുന്നു, അതിലെന്താ കുഴപ്പം? പക്ഷേ ഈ വിശ്വാസികളായിട്ടുള്ളവർ എന്ത് മനസ്സിലാക്കിയിട്ടാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്, ഇത് കണ്ട് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസിയായിരുന്നു. അതിനുശേഷം ഇതുപോലുള്ള പല കാര്യങ്ങളും കണ്ടും കേട്ടും അതെന്താണെന്നും ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്താണ് ഈശ്വര സങ്കല്പം, എന്തിനാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചും പിടിച്ചും പിന്നെ കുറേ റിസർച്ച് നടത്തിയും പഠനങ്ങളൊക്കെ നടത്തിയും, പഠനങ്ങളെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നോക്കും അല്ല ഗൂഗിളിൽ നോക്കും, അങ്ങനെയൊക്കെ കണ്ടും പിന്നെ നമ്മൾ തന്നെ ഇരുന്ന് ആലോചിച്ചും സ്വപ്പം പുകയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചും ചുമ്മാ പറഞ്ഞു കേട്ടോ, അങ്ങനെ ആലോചിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊന്നും ആരും രക്ഷിക്കാനൊന്നും ഇല്ല.
ഇത് സങ്കല്പമേ വേറേതാണെന്നുള്ള കാര്യമൊക്കെ പിടികിട്ടിയത്. ഇതുപോലെ തന്നെ ഞാൻ അയ്യപ്പനെക്കുറിച്ചും, അതായത് അയ്യപ്പ ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അവിടെ എന്തോ സംഭവിക്കുമെന്നൊക്കെയാണ് ആളുകൾ ഈ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം എനിക്കതിനകത്തുനിന്ന് ഒരു സ്റ്റോറി കിട്ടി. പക്ഷെ ഞാൻ ഈ പറയുന്നതെല്ലാം ശരിയായിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പൊട്ട തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നല്ല അറിവുള്ള ആളുകളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മളൊന്ന് പങ്കുവെക്കുക, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ മറ്റൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ ശബരിമലയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലെ തോന്നിയ, ലോജിക്കപരമായിട്ട് ചിന്തിച്ചപ്പോൾ തോന്നിയ ചില കാര്യങ്ങളാണ്. പലരും ഈ അന്ന് സ്ത്രീകൾ ശബരിമല കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അതല്ല ഇതല്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയും പോവുകയോ മറ്റാണ് മറിച്ചാണെങ്കിൽ ശാപം കിട്ടുകയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭക്തന്മാരും അല്ലാത്തവരും ഒക്കെ കിടന്ന് അലമുറ ഇടുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഞാൻ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ കൊടുത്തേക്കാം. അതും കൂടെ പോയി ഒന്ന് കണ്ടു നോക്ക്, ആ പൊട്ടത്തരം കൂടെ പോയി ഒന്ന് കേട്ട് നോക്ക്. ഇനി അവസാനമായിട്ടേ, ഈ ലിംഗം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പുരുഷൻ്റെ ജനനേന്ദ്രിയാണെന്ന് വിചാരിച്ച്, പുരുഷൻ്റെ ജനനേന്ദ്രിയം മാത്രമാണെന്ന് വിചാരിച്ചിട്ട് കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ. അത് ലിംഗം കേൾക്കുമ്പോൾ അയ്യേ മറ്റേതാണ് അയ്യേ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ഒരു ഫോം പണ്ട് മലയാളത്തിലൊക്കെ കിട്ടുന്ന ഫോമായിരുന്നു. അപ്പോൾ മൊത്തം ഇംഗ്ലീഷൊക്കെ ആണല്ലോ, മലയാളത്തിലും മാറ്റം വന്നു. അതെ, ഈ ഫോമിൽ ലിംഗം എന്നുള്ളതിൻ്റെ നേരെ കണ്ടോ, സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ, മനസ്സിലായോ? അതായത് ഈ ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ജനനേന്ദ്രിയമാണെന്ന് വിചാരിക്കുന്ന ഒരാളുടെ കയ്യിലോട്ട് ഈ ഫോം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്തെഴുതുമായിരിക്കും? അതായത് ഈ സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ എന്ന ഓപ്ഷൻ ഇല്ല, ലിംഗം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? പുരുഷനാണെങ്കിൽ അവനുണ്ടെന്നും സ്ത്രീ ആണെങ്കിൽ ഇല്ലെന്നും എഴുതി വെക്കുമോ? അതായത് ഇവർ ഉദ്ദേശിക്കുന്ന സംഭവം അതാണെങ്കിൽ അങ്ങനെയല്ലേ എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതായത് ഈ ലിംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ത്രീലിംഗത്തിന് തന്നെ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നാ, പശു, പിടിയാന, പെടക്കോഴി എന്നൊക്കെ പറയാം. അതിന് നേരെ തിരിച്ച് പുരുഷലിംഗത്തിന് പറയുകയാണെങ്കിൽ കാള, കൊമ്പനാന, പിന്നെ പൂവൻകോഴി എന്നൊക്കെ പറയാം അല്ലേ. അതേസമയം ഉഭയലിംഗത്തിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ, അതായത് ഏത് ലിംഗമാണെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലാത്തത്, അത് നമ്മൾ മേശ, കസേര എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അന്ന് പറഞ്ഞ പോലെ ഈ ശിവലിംഗം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു സംഭവം, അത്രേ ഉള്ളൂ. പുരുഷനെയും സ്ത്രീയെയും കൂടെ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു എന്നാ പറയുന്നത്, ഒരു സിമ്പിൾ. അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ തിരുത്താം.